ഇന്നത്തെ ഈവനിങ് സ്നാക്കായിട്ട് നമുക്ക് കപ്പലണ്ടി റോസ്റ്റ് ചെയ്യാം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഒരു 1/2 കിലോ കപ്പലണ്ടി അതിന് കോട്ടിംഗ് ആയിട്ട് ചേർത്ത് ഞാൻ 1 ഗ്ലാസ് കടലമാവും ഒരു 1/4 ഗ്ലാസ് അരിപ്പൊടിയാണ് കേട്ടോ. പിന്നെ അതിന്റെ കൂടെ ചേർത്തത് 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കായപ്പൊടി, പെരിഞ്ജീരകം. ഇതൊക്കെ ചേർത്ത് നന്നായി കൂട്ടി കുഴച്ച് വെച്ചിട്ടുള്ളതാണ് കേട്ടോ. ഇനി നമുക്ക് കുറേശ്ശെയായിട്ട് വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കപ്പലണ്ടി റോസ്റ്റ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇങ്ങനെ ഇട്ട് കൊടുത്താൽ മതി. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഈവനിങ് സ്നാക്കാണ് കേട്ടോ. കുട്ടികൾക്കൊക്കെ നന്നായി ഇഷ്ടപ്പെടും. അപ്പൊ ഇങ്ങനെ ഇട്ട് കൊടുക്കാം. പെട്ടെന്നായി കിട്ടും ചെയ്യും കേട്ടോ. അപ്പൊ ഈ കപ്പലണ്ടിക്ക് ഒരു പ്രോട്ടീൻ എരിവും കൂടാതെ ഞാൻ അതില് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കും കേട്ടോ. ഈ ചെറിയ സ്പൂണ് കുരുമുളക് പൊടി ഇട്ടിട്ടുണ്ട്. അപ്പൊ നല്ല എരിവുള്ളൊരു കപ്പലണ്ടി റോസ്റ്റ് ആണ് ഉണ്ടായത്. അപ്പൊ ഇങ്ങനെ കുറേശ്ശെ ഇട്ട് കൊടുത്തിട്ട് പെട്ടെന്നായി കിട്ടും നോക്കാം. ഇതിന്റെ ഒരു ശബ്ദം ഇങ്ങനെ മാറി വരുന്നത്. അപ്പൊ ഇങ്ങനെ നമ്മൾ എടുക്കാൻ ചെല്ലുമ്പോ പരപരാന്നൊരു ശബ്ദമാണ് നന്നായി മുരിഞ്ഞാൽ. അപ്പൊ കുറേശ്ശെയായിട്ട് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് എല്ലാതും വറുത്തെടുക്കാം. ലാസ്റ്റ് നമ്മൾ ഇടുമ്പോൾ കുറച്ച് വെളുത്തുള്ളി, അത് ആവശ്യമുള്ളവർ ഇട്ടാൽ മതി. കുറച്ച് വെളുത്തുള്ളിയും കുറച്ച് വാഴപ്പൊടിയൊക്കെ നമ്മള് അവസാനം ഇടുന്നതിന്റെ കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പൊ അതും കൂടി അതില് വറുത്തെടുക്കുമ്പോ കപ്പലണ്ടി റോസ്റ്റിന് നല്ലൊരു പ്രത്യേകമാണോ രുചിയൊക്കെ വരും. അപ്പൊ ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പ് ഇട്ട് കൊടുക്കാം. ലാസ്റ്റ് സ്റ്റെപ്പില് ഞാൻ എൻ്റെ ഇടയിൽ ഒരു സ്റ്റെപ്പ് ഒക്കെ കാണിച്ചില്ല ഞാൻ. ലാസ്റ്റ് ആണ് ഞാൻ ഇടുന്നത്. അപ്പൊ ഇതിന്റെ കൂടെ തന്നെ ഞാൻ വെളുത്തുള്ളി നന്നായി വരുമ്പോ ഞാൻ വെളുത്തുള്ളി ഇടും, അതുപോലെ വേപ്പില ഇടും. അപ്പൊ അതും കൂടി കോരി എടുത്താല് നമ്മുടെ കപ്പലണ്ടി റോസ്റ്റ് ഉണ്ടാക്കി കഴിഞ്ഞു. വളരെ ടേസ്റ്റ് ആണ്. നമുക്കിപ്പോ കട്ടൻ ചായക്കാണ് ഏറ്റവും രസം എന്നാ ഞാൻ പറയും. ഈവനിങ്ങില് കട്ടൻ ചായയും അതിന്റെ ഒപ്പം എല്ലാം കൂടി ഉണ്ടെങ്കിൽ നമ്മുടെ ഈവനിങ് ഉഷാല. അപ്പൊ നമ്മളിങ്ങനെ കോരി എടുക്കാം. ഇതില് ഞാൻ വെളുത്തുള്ളിയൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. വെളുത്തുള്ളിയൊക്കെ ഇട്ടത് കാണിക്കാൻ പറ്റിയില്ല. ഇടനടുപ്പം ഇട്ട് കൊടുത്തത് കുറച്ചൊന്നായതിനു ശേഷമാണ് ഞാൻ വെളുത്തുള്ളി ഇട്ടു കേട്ടോ. അപ്പൊ കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ അതിലൊന്നും വേറെ നമ്മളുടെ സാധാ വെളിച്ചെണ്ണ, നമ്മള് വീട്ടിലാട്ടണ വെളിച്ചെണ്ണ, അപ്പൊ അതിനൊക്കെ ഒരു പ്രത്യേകതയാണ് വാങ്ങി കൊടുക്കുന്നത്. നമ്മുടെ വീട്ടിലുണ്ടാക്കുമ്പോ അതിനൊരു പ്രത്യേകതയാണ്. കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പൗരത്തിൽ കൊടുക്കുന്നത് കേടാവാണ്ടിരിക്കാനുള്ളതൊന്നും ചേർക്കണില്ല. ഇതാണ് നമ്മൾ ഉണ്ടാക്കിയ കപ്പലണ്ടി റോസ്റ്റ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. ബൈ.